ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോഗൻവില്ല. നിറങ്ങളുടെ ഉത്സവം പോലെ നമ്മുടെ പൂന്തോട്ടത്തെ സുന്ദരമാക്കുന്ന ഒരു ചെടിയാണ്. പിങ്ക്, പർപ്പിൾ, ചുമപ്പ്, ഓറഞ്ച്, വെളുപ്പ്, അതേപോലെ വേരിഗേറ്റഡ് ലീവ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് തന്നെ നമ്മുടെ ബോഗൻവില്ല ചെടികളിലുണ്ട്. നന്നായി സൂര്യപ്രകാശം ലഭിക്കുകയും അതേപോലെ വളരെ കുറച്ച് വാട്ടറിങ്ങും മിതമായ പരിചരണവുമാണ് നമ്മുടെ ബോഗൻവില്ല ചെടികൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് നിലത്തും ചട്ടികളിലും ഒരേപോലെ വളർത്തിയെടുക്കാം. മനോഹരമായ ഈ ഒരു അലങ്കാര ചെടിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഈ ഒരു സമയത്ത്, ഈ ഒരു മാസത്തിൽ നമ്മുടെ ബോഗൻവില്ല ചെടികളിൽ ചെയ്യാൻ പാടില്ലാത്തതും കൊടുക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള വളങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ പരിചരിച്ചാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായി ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു ജനുവരി മാസമാണ് ബോഗൻവില്ല ചെടികളിൽ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയം. അപ്പോൾ നമുക്ക് കുറഞ്ഞത് 6-8 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നട്ട് വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഷെയ്ഡിലൊക്കെയാണ് നമ്മുടെ ബോഗൻവില്ല ചെടികൾ നട്ട് വളർത്തുന്നതെങ്കിൽ പൂക്കളൊക്കെ കുറയാനും ഇലകൾ ധാരാളമായിട്ട് വരാനുമുള്ള സാധ്യതയുണ്ട്. സൂര്യപ്രകാശം ധാരാളമായി കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതലായിട്ടുള്ള പൂക്കൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഓവർ വാട്ടറിങ് ആണെങ്കിൽ നമ്മുടെ ചെടിയിൽ പൂക്കൾ കുറയും. അപ്പോൾ നമ്മൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പോട്ടി മിക്സ് ഡ്രൈ ആണെന്ന് നോക്കിയ ശേഷം മാത്രം നനച്ചു കൊടുക്കുക. ചട്ടിയിലാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 7 ദിവസത്തിലൊരിക്കൽ മാത്രം നനച്ചു കൊടുത്താൽ മതി. നിലത്താണെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ മാത്രം നനച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് വാട്ടറിങ് നമ്മുടെ ചെടിക്ക് ദോഷകരമായി ബാധിക്കും. പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയങ്ങളിൽ നമുക്ക് ബോഗൻവില്ല ചെടികൾക്ക് ഒരുപാട് വെള്ളം കൊടുക്കുന്നത് പൂക്കൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു മാസം നമ്മൾ ഹെവി ആയിട്ടുള്ള പ്രൂണിംഗ് ഒന്നും നമ്മുടെ ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല. പൂക്കളൊക്കെ കൊഴിഞ്ഞ ശേഷം ആ ഒരു ശാഖകൾ ഒരു 1-2 ഇഞ്ച് മാത്രം കട്ട് ചെയ്ത് നിർത്തുക. അതേപോലെ തന്നെ ഉണങ്ങിയ, നമുക്ക് രോഗബാധിതയൊക്കെ ഉള്ള ചെറിയ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് നീക്കം ചെയ്യുക. അപ്പം ഹാർഡായിട്ടുള്ള പ്രൂണിങ് ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈറ്റ് പ്രൂണിങ് മാത്രം മതി. അത് എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള പൂക്കളുണ്ടാവും. അത് നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ബോഗൻവില്ല ചെടികൾക്ക് ഈ ഒരു ജനുവരി മാസത്തിൽ നമ്മൾ ഒരു കാരണവശാലും വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ചെടിക്ക് കൊടുക്കരുത്. അത് നമ്മുടെ ചെടികൾ ഇലകൾ കൂടുതലായിട്ടുണ്ടാവും, എന്നാൽ പൂക്കൾ കുറയാനും ഉള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് വളപ്രയോഗം വളരെ കുറച്ച് മാത്രം മതി. ഒരു 15-20 ദിവസത്തിലൊരിക്കൽ നമുക്ക് എല്ലുപൊടി നമ്മുടെ ബോഗൻവില്ല ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ കമ്പോസ്റ്റൊക്കെ, വെർമി കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പിടി ഇട്ട് കൊടുക്കുക. അതേപോലെ നൈട്രജൻ അടങ്ങിയ വളങ്ങളോ ചാണകവെള്ളം ലിക്വിഡാക്കിയതോ ഒന്നും നമ്മുടെ ബോഗൻവില്ല ചെടികൾക്ക് ഈ ഒരു സമയത്ത് കൊടുക്കരുത്. അത് നമ്മുടെ ചെടികളിൽ പൂക്കൾ കുറയാനുള്ള സാധ്യത കൂടും. അതേപോലെ നമ്മുടെ ഡാപ്പ് വളം അല്ലെങ്കിൽ യൂറിയ, അതായത് ലിക്വിഡ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് എല്ലാം നമ്മൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയിൽ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവൂ. അപ്പം നമ്മുടെ ചെടികൾക്ക് ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമുള്ള ഒരു സമയമല്ല. അതേപോലെ തന്നെ നമ്മുടെ ചെടിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഈ സാധാരണയായിട്ട് അധികം കണ്ടുവരാറില്ലെങ്കിലും മീലി ബഗ്സിൻ്റെയോ അല്ലെങ്കിൽ ഇൻസെക്ട്സിൻ്റെയൊക്കെ ശല്യം നമ്മൾ കണ്ടുവരുവാണെങ്കിൽ നമുക്ക് നീം ഓയിൽ നമ്മളൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിലൊന്ന് ഡൈലൂട്ട് ചെയ്ത ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വലിയ കീടശല്യങ്ങളൊന്നും ഉണ്ടാവില്ല, എങ്കിലും ചെറിയ രീതിയിൽ നമ്മുടെ ചെടിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ കീടശല്യങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ ഈ ഒരു ജനുവരി മാസത്തിൽ നമ്മുടെ പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു സമയത്ത് പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വെള്ളം അധികമാകുന്നത് ഒരു കാരണമാകും. അതുകൊണ്ട് നമ്മൾ വെള്ളം കുറയ്ക്കണം. അതേപോലെ സൂര്യപ്രകാശത്തിൻ്റെ കുറവ് വരുവാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെക്കണം. അതേപോലെ നൈട്രജൻ വളങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു ചെടിക്ക് ഈ ഒരു സമയത്ത് കൊടുക്കരുത്. ഫ്ലവർ ബൂസ്റ്റർ വളങ്ങൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നെങ്കിൽ അത് മാസത്തിലൊരിക്കൽ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 1/2 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് വളമായി കഴിഞ്ഞാൽ നമ്മുടെ വേരുകൾക്ക് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. വളങ്ങൾ കൊടുക്കാനായിട്ട് പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 7 മണി 9 മണിക്കാകാം, അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ ഒരു 5 മണി 6 മണി ആ സമയത്തിനകം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളങ്ങൾ കൊടുത്ത ശേഷം നമ്മൾ ഒരു 24 മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മുടെ ചെടികൾക്ക് വെള്ളം കൊടുക്കാവൂ. അതും വളരെ ലൈറ്റ് വാട്ടറിങ് മാത്രം. ബോഗൻവില്ല ചെടികളിലെ ചട്ടികൾ നമ്മൾ ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് സൈസിൽ വരുന്ന ചട്ടികളിൽ വേണം നടേണ്ടത്. അപ്പോൾ ഒരുപാട് ചട്ടികളുടെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ബോഗൻവില്ല ചെടികളിൽ പൂക്കൾ കുറയും. ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നാൽ പോലും പൂക്കൾ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എപ്പോഴും ആ ഒരു സൈസിലുള്ള ചട്ടികളിൽ നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ധാരാളമായിട്ടുള്ള പൂക്കളുണ്ടാവൂ. അതേപോലെ ഡ്രെയിനേജ് ഹോള് കറക്റ്റായിട്ടുള്ള ചട്ടികൾ നടാനായിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ
അതുപോലെ ഒരു കാരണവശാലും നമ്മൾ ജനുവരി മാസത്തിൽ റീപോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ചട്ടികൾ മാറ്റി റീപോർട്ട് ചെയ്യാൻ പാടില്ല. അതും പൂക്കൾ കുറയാനുള്ള സാധ്യത ഉണ്ടാവും. റീപോർട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടത് ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടും പൂക്കളോട് കൂടിയൊക്കെ വളർന്നു വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബോഗൻവില്ല ചെടികളിൽ ധാരാളമായിട്ടുള്ള പൂക്കൾ തിങ്ങി നിറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.